വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 16 വാക്യങ്ങൾ 13 മുതൽ 19 വരെ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം അധ്യായം 11 വാക്യങ്ങൾ 21 മുതൽ 31 വരെ. അപ്പോസ്തലന്റെ സഹനം. ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന എന്തിനെക്കുറിച്ചും പ്രശംസിക്കാൻ ഞാനും ധൈര്യപ്പെടുമെന്ന് ഒരു ഭോഷനെ പോലെ ഞാൻ പറയുന്നു. അവർ ഹെബ്രായരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ? ഞാനും അതെ. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്ത്രത്തിലകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നുകുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരനിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെയും കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരുന്നു. ആരു ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരുന്നത്? ആരു തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം കത്തിയെരിയാത്തത്? എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ബലഹീനതയെ കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക. ഞാൻ വ്യാജം പറയുകയില്ലെന്ന് കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു.